بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തുൽ സുമറിലെ 41-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. അർത്ഥം പറഞ്ഞോളൂ. ഇന്നാ തീർച്ചയായും നാം അൻസൽനാ നാം ഇറക്കിയിരിക്കുന്നു അലൈക താങ്കൾക്കു മേൽ അൽ കിതാബ ഈ ഗ്രന്ഥത്തെ ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി സത്യപ്രകാരം. അപ്പൊ തീർച്ചയായും നാം മനുഷ്യർക്ക് വേണ്ടി സത്യപ്രകാരമുള്ള വേദഗ്രന്ഥം നിന്റെ മേൽ ഇറക്കി തന്നിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ ഹക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്കുള്ള കിതാബാണ് എന്ന് പറഞ്ഞത് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഭാഗത്ത് വിശദീകരിച്ചത്. ഇതിൽ അല്ലാഹു പറഞ്ഞു ആകയാൽ മൻ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചു, ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ ഫലിനഫ്സിഹി അത് അതിന്റെ ഗുണം അവന് തന്നെയാണ്. വമൻ ളല്ല വല്ലവരും വഴി പിഴച്ചു പോയാൽ ഫഇന്നമാ തീർച്ചയായും മാത്രമാണ്, ഇന്നമാ മാത്രം, ഫഇന്നമാ തീർച്ചയായും മാത്രമാണ് യദില്ലു അലൈഹാ ആ വഴി തെറ്റിയതിന്റെ ദോഷവും അവന് തന്നെയാണ്. വമാ അൻത തീർച്ചയായും താങ്കളല്ല അലൈഹിം അവരുടെ മേൽ വക്കീലല്ല, കൈകാര്യകർത്താവൊന്നുമല്ല. നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. ഒരാള് ഇതിന്റെ സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവര് തന്നെയാണ്. ഏകദേശം ഒരു 10-20ഓളം ആയത്തുകൾ നമ്മളതിൽ പറഞ്ഞു. അതിന്റെ ഗുണം അവര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഈ സന്മാർഗം സ്വീകരിച്ചാൽ അത് അവര് തന്നെയാണ്, അതിന്റെ ഗുണം അവര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ തന്നെ അല്ലാഹു വിശദീകരിക്കും. അപ്പൊ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് ഖുർആനിൽ ചില ആയത്തുകൾ ലഅല്ലക്കും തഹ്തദൂൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സന്മാർഗം സ്വീകരിക്കാൻ വേണ്ടി, നിങ്ങൾ സന്മാർഗികളായി തീരാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് അതിൽ പറയുന്ന വിഷയങ്ങൾ? ഒരാള് സന്മാർഗം അയാൾക്ക് ലഭിക്കണമെങ്കിൽ, ആ രൂപത്തിൽ അയാൾ ജീവിച്ചു മരിക്കണമെങ്കിൽ അയാൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, ഏതെല്ലാം കാര്യങ്ങളിലൂടെ ആയിരിക്കണം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, അനുഷ്ഠാനപരമായ കാര്യങ്ങളുണ്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അവന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചതാണ്. ഇനി അതിൽ 2 സ്ഥലം കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ 2 സ്ഥലം കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അയാളുടെ ഏത് വിഷയത്തിലാവട്ടെ, ഇപ്പൊ സ്വഭാവമാവട്ടെ, ഇടപാടാവട്ടെ, കുടുംബമാവട്ടെ, വിശ്വാസമാവട്ടെ, കർമ്മമാവട്ടെ, ഏത് മേഖലകളിലേക്കും ശരിയായ മാർഗം കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഭൗതികമായി കാണുന്ന വിഷയങ്ങൾ കൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. ഭൗതികമായി കുറെ കാര്യങ്ങൾ, ഇപ്പൊ കുടുംബം നന്നാകാന് ഭൗതികമായി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതിന്റെ വേദഗ്രന്ഥത്തിന്റെ ആവശ്യമില്ലാതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മതം അല്ലെങ്കിൽ അതൊരു വേദഗ്രന്ഥം ഒന്നും ആവശ്യമില്ല. അതല്ലാതെ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ദുന്യവിയായി ഭൗതികമായി ഇന്ന കാര്യം ചെയ്താൽ നല്ല കുടുംബ സമാധാന കുടുംബം ഉണ്ടാവും എന്ന് ചില ആൾക്കാർ പറയുന്നു. അങ്ങനെ എല്ലാ രംഗത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമായിട്ട് കിട്ടുമെന്നുള്ളതാണ് വിഷയം. അല്ലാഹു എന്താണ് ആ കാര്യത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. നമുക്കിനി നോക്കേണ്ടത്
സൂറത്ത് അഅറാഫിലെ ഏതാനും ആയത്തുകളാണ്. 7-ാം അധ്യായം, മറിച്ചോടെ 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 155 മുതൽ 158 വരെയുള്ള ആയത്തുകൾ. നൂറ്റി 155 മുതൽ ഉള്ള ആയത്തുകളാണ്. 158 വരെ. നൂറ്റി അൻപത്തി അഞ്ച് 155 അവിടെ നോക്കിക്കൊള്ളി. ഈ ആയത്തുകളൊക്കെ നന്നായി മനസ്സിരുത്തി നമ്മൾ വായിക്കേണ്ട, ഓതേണ്ട, ചിന്തിക്കേണ്ട ആയത്തുകളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചു. അത് മുതൽ ഇങ്ങോട്ട് ശരിക്കും ഈ ഹിദായത്തിന്റെ ഒരു വഴി ഇങ്ങനെ മനുഷ്യനെ പടച്ചോ ഇങ്ങനെ കൊണ്ടുപോവാണ്.
ആദരവിനെ അമ്മ പഠിച്ച് ഭൂമിയിലേക്ക് വിടുമ്പോൾ പറഞ്ഞു, പിന്നെ ഇരു ഹുദ വരും, ആ ഹുദ പിന്തുടർന്നാൽ പേടിക്കേണ്ട, ബേജാറാകണ്ട. ആദരവിനോട് പറഞ്ഞു. ആ ഹുദയാണ് പിന്നീട് ഇങ്ങനെ വരുന്നത്. അത് ഏതുവരെ? മനുഷ്യവർഗത്തിന്റെ അവസാനം വരെ. മനുഷ്യന്മാർ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും അത്രയും കാലം അത് ഇങ്ങനെ തുടർന്ന് വരികയാണ്. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ മറ്റുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ ഈ അള്ളാഹ് ഇങ്ങനെ കൊടുക്കുന്ന ആ നേരായ വഴിയിൽ നിന്ന്, ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് മനുഷ്യന്മാരിങ്ങനെ തെറ്റിപ്പോകുമ്പോൾ പ്രവാചകന്മാർ വന്നിട്ട് അവരെ നേരായ വഴിയിലേക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പൊ കുറേ ആൾ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തിരിച്ചു നടക്കും, അല്ലെങ്കിൽ വഴി തെറ്റിയായിട്ട് പോകും. അപ്പൊ പ്രവാചകന്മാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ കൊടുത്ത അന്ന് അള്ളാഹു പറഞ്ഞ ഇതാ നിനക്ക് ഒരു ഹുദ വരും, ആ ഹുദ വന്നാൽ നീ അത് പിൻപറ്റിയാന്ന് ആദരവിനോട് പറഞ്ഞാൽ അതന്നെയാണ് ആദരവിന്റെ മക്കളായിട്ടുള്ള ഭൂമികൾ എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത്. അപ്പൊ അതൊക്കെ പറയുന്നതിനിടയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിന്റെ ചരിത്രം കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്. കാരണം അതിൽ ഇടങ്ങേറായ ഒരു നബിയാണ് മൂസാ നബി. കാരണം ഈ മനുഷ്യന്മാരെ ഒന്നാരുടെ കാലത്ത് വിശ്വസിച്ചിട്ട് വരെ മൂസാ നബിയുടെ പിന്നെ കൂടെ നടന്ന് വളരെ വലിയ അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ട്, ഇത്രയും അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ട കൗമ മാറില്ല. വടിപാപ്പായതും ചെങ്കടലിൽ പടർന്നതും അങ്ങനെ തുടങ്ങിയിട്ട് പാറകളടിച്ച് വെള്ളം വന്നതും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർക്ക് ഈമാനിട്ട് ശരിയാവില്ല. പിന്നെ ഇങ്ങനെ ഈ എണ്ണ തേച്ച് പിടിച്ച മതിയാണ്, വഴുതി പോവാണ്. മൂസാ നബിയുടെ ചരിത്രം അതാണ്. മൂസാ നബിന്റെ കൗമിന്റെ ചരിത്രം പറയുമ്പോൾ അങ്ങനെ ചരിത്രം പറഞ്ഞത്. അത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അള്ളാഹു ഈ മൂസാ നബിയോട് പിന്നെ മൂസാ നബിക്ക് ഒരു മീഖാത്ത് നിർണയിച്ചു കൊടുക്കുകയാണ്. അതായത് തുരീസിന പർവ്വതത്തിൽ പോകണം, പോയിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയവും ഒരു സന്ദർഭവും ഒക്കെ ആക്കിയിട്ട് ചില മീഖാത്തിൽ നിർണയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മൂസാ നബി 70 ആളുകളെയും മൂസാ നബിന്റെ കൂടെയുള്ള 70 ആളുകളുമായിട്ട് മൂസാ നബി തുരീസിന പർവ്വതത്തിലേക്ക് പോകുന്ന രംഗമാണ് ഈ പറഞ്ഞത്. വഖ്താറ മൂസ, ശ്രദ്ധിക്ക് 185, വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാത്തിനാ. അള്ളാഹു നിശ്ചയിച്ച ആ സമയത്തേക്ക് തന്റെ ജനതയിൽ നിന്ന് 70 പേരെ തെരഞ്ഞെടുത്ത് മൂസാ നബി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പെട്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ പരീക്ഷണം അവർക്കുണ്ടായി. നന്നായിട്ട് പിടിച്ച് കുലുക്കി. തുരീസിന പർവ്വതം ആകെ ഇളകി, നന്നായിട്ട് പിന്നെ ഭൂമി കുലുക്കം റജിഫത്തുണ്ടായി, ഭയങ്കരമായ പ്രകമ്പനുണ്ടായി. ആകെ പേടിച്ച് പേരായി. കാര്യം മലതായിട്ട് കിടന്നിട്ട് ഇളകുകയാണ്. ഈ സമയത്ത് മൂസാ നബി പറയാണ്, റബ്ബി ലൗ ശിഅ്ത അഹ്ലക്തഹും മിൻ ഖബ്ല വഹിയാൻ. പടച്ചോനെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ എന്നെ ഇവര് ഇതിനു മുമ്പേ നിനക്ക് ശിക്ഷിക്കായിരുന്നു. അത് പിന്നെ ഈ കാളക്കുട്ടിനെ ഉണ്ടാക്കിയ സംഭവത്തിന് ശേഷമാണ് ഈ സംഭവം. കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിച്ച വിഷയമുണ്ടല്ലോ, അതിന് ശേഷമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇത് മീഖാത്ത് നിർണയിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഒന്നായിട്ട് ഇളകി മറിഞ്ഞപ്പോ ഇവരാകെ ബേജാറായി. കാരണം ഇവര് മരിക്കാന്നവർക്ക് ഉറപ്പായി. കാരണം ഒന്നായിട്ട് ഇടിഞ്ഞ് തകർന്നു വീഴാൻ അത്രയും വലിയ റജിഫത്ത ഉണ്ടായത്. അപ്പൊ മൂസാ നബി പറയാണ്, പഠിച്ചവനെ ഞാനുണ്ട് ഇവരെ കൂട്ടത്തില്. ഈ 70 ആളുകളും ഈ പറഞ്ഞ പണിക്ക് ചെയ്ത ആൾക്കാരാണ്. മൂസാ നബി പിന്നെ കുറച്ചൊന്ന് മാറി നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ വിളിപ്രകാരം ചെന്ന് പോയ സമയത്ത് ഈ ഹാറൂനബിനാക്കി പോയ സമയത്താണ് ഈ സംഭവം കണ്ടാണത്. ഇതിൽപ്പെട്ട ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ നിന്നെ നേരിട്ടിട്ട് ശിക്ഷിക്കാനാ പഠിച്ചവനെ. മുൻപ് വേണമെങ്കിൽ നിനക്കിതിന് മുമ്പ് ഞങ്ങൾ എന്താക്കാമായിരുന്നു, എന്നെയും അവരെ ശിക്ഷിക്കാമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ഫുഹാകള്, ഇത് പിന്നെ സുഫഹാകൾ എന്ന് പറഞ്ഞാല് മൂഢന്മാരായ അറിവില്ലാത്ത കുറച്ച് ആൾക്കാർ ചെയ്ത പ്രവൃത്തിയാണിത്. അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ പഠിച്ചവനെ? കുറച്ച് ആൾക്കാർ ചെയ്തതിന്റെ പേരിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ശിക്ഷിക്കുകയാണോ എന്ന് മൂസാ നബി ചോദിച്ചു. അത് നിന്റെ ഒരു പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല. നീ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും, നീ ഉദ്ദേശിക്കുന്നവരെ വഴികളിലാക്കും. അതൊക്കെ പഠിച്ചോണ്ടതാണ്. കാരണം എല്ലാവർക്കും നമ്മൾ എത്ര കുറെ ക്ലാസ് കേട്ടാലും കണ്ടില്ല, നമ്മൾ ആ ക്ലാസ് കേട്ടോ ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. പക്ഷേ പല ആൾക്കാരും അങ്ങനെ വീണ്ടും പോകും. അപ്പൊ ഇത് പഠിച്ചോണ്ടൊരു തോഫിയും കൂടി അതിന് വേണം. ബാക്കി അതുകൊണ്ട് അടുത്ത വലിയ പഠിച്ചോനെ നീയാണ് ഞങ്ങളെ വലിയ പുറത്തോടെ പഠിച്ചോനെ കാരുണ്യം കാണിക്കുക. നന്നായി പൊറുക്കുന്നവൻ നീയാണ്, പൊറുക്കുന്നവൻ ഏറ്റവും ഉത്തമൻ നീയാണ്.
അതുകൊണ്ട് വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ രേഖപ്പെടുത്ത പഠിച്ചവനെ. ഞങ്ങൾക്ക് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അതിന്റെ മറ്റൊരു രൂപമാണ് പഠിച്ചവനെ ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ ഹസനത്ത് രേഖപ്പെടുത്തി പഠിച്ചവനെ. ഇന്നാ ഹുദിനയിലേക്ക്, ഞങ്ങൾ നിന്നിലേക്ക് നാം മടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ നിന്റെ മാർഗത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ രേഖപ്പെടുത്തി പഠിച്ചവനെ. ഖാല, അല്ലാഹ് പറഞ്ഞു, അദാബി ഉസീബു ബിഹാ മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ എന്റെ ശിക്ഷ ഞാൻ ബാധിപ്പിക്കും. വറഹ്മതി വസിഅത കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലും വിശാലമാണ്. ഞാൻ അത് എഴുതി വെക്കും. ആർക്ക്? ഇല്ലതിലെ എത്തക്കൂന, മുത്തഖീങ്ങൾക്ക് ഞാൻ അത് എഴുതി വെക്കും. അവർ സക്കാത്ത് കൊടുക്കും. വല്ലതീന മുമ്പ് ആയാത്തിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അജലമായി അവർ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ എന്റെ റഹ്മത്ത് എഴുതി വെക്കുക. അള്ളാഹു അവന്റെ റഹ്മത്ത് എഴുതി വെക്കുമെന്ന് നമുക്ക് വേറെ കുറെ ആയത്തെ വിശദീകരിക്കേണ്ടതാണ്. എന്നിട്ട് പറയാം, അല്ലദീന യത്തബിഊന, ആരാണ് ഈ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? الذين يتبعون الرسول النبي الأمي الذين يجدونه مكتوبا عندهم في التوراة والإنجيل. അവരുടെ കൈകളിലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാം പേര് എഴുതപ്പെട്ടിട്ടുള്ള ഒരു നിരക്ഷരനായ ആ നബി ആ റസൂൽ, അദ്ദേഹത്തെ പിൻപറ്റുന്നവരാരാണോ അവരാണ് മുത്തഖീങ്ങൾ. അവർക്കാണ് ഞാൻ അത് എഴുതി വെച്ചിട്ടുള്ളത്. അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. അവർക്ക് നല്ലത് അവർക്ക് ഹലാലാക്കി, ഖബായിസുകൾ നല്ലതല്ലാത്ത വസ്തുക്കൾ, ദുഷിച്ചത് ചീത്തത് അവർക്ക് ഹറാമാക്കി. കാലത്ത് ആരെയും ഓരോ പേടിയുണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം അവർക്ക് ഇറക്കി വെക്കുകയും ചെയ്തു. പിന്നെ വല്ലതിനെ ആമനു ബിഹി, അതുകൊണ്ട് വിശ്വസിക്കുക, സഹായിക്കുക, പിന്തുണ കൊടുക്കുക, അദ്ദേഹത്തെ സഹായിക്കുക. അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട നൂറിനെ പിൻപറ്റുക. ആ നൂറ് ഏതാണ്? അവരാണ് വിജയിക്കുക. അല്ലയോ ജനങ്ങളെ, ഇനി റസൂലുള്ളാഹിയിലേക്കും ചെയ്യുക, ഞാൻ എല്ലാവരിലേക്കും നിയമിക്കപ്പെട്ട അല്ലാഹുവിന്റെ ദൂതനാണ്. അല്ലെങ്കിൽ ലോകസമാവാത്തി വല്ലം, ആരാണ് അള്ളാഹു? ആകാശഭൂമികളുടെ അധികാരം അവനാകുക. അങ്ങനെ അള്ളാഹിന്റെ റസൂലാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനയില്ല. യുഹ്യി വ യുമീത്, അവൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു. ഫആമിനു ബില്ലാഹി, അതുകൊണ്ട് അള്ളാഹു വിശ്വസിക്കുക. റസൂലിൽ നബിയിൽ ഉമ്മിയ, നിരക്ഷരനായ ആ നബിയിലും റസൂലിലും വിശ്വസിക്കുക. അല്ലദീ യുമിനു ബില്ലാഹി വ കലിമാതി, അള്ളാഹുവിലും അവന്റെ കലിമത്തിലും വിശ്വസിക്കുന്നവരാണ് അവർ. വത്തബിഊഹു, എന്നിട്ട് ആ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്നവരുമാണ്. ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗ്ഗം പ്രാപിക്കാൻ വേണ്ടി. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെയാണ് ഒരാള് സന്മാർഗ്ഗം സ്വീകരിക്കാൻ ഹിദായത്തിന് ഏതിന സിറാത്തൽ മുസ്തഖീമിന് 17 തവണ നമ്മൾ നിർബന്ധമായും പ്രാർത്ഥിക്കുക. ഐച്ഛികമായി അധികവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല, ഏത് പ്രാർത്ഥനയ്ക്ക് പിന്നിലും നമ്മളൊരു പ്രവർത്തനം കൂടി വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഖുർആൻ നന്നായിട്ട് പഠിക്കണം. ഇവിടെ ഒക്കെ ഈ ആയത്തിലൊക്കെ പറഞ്ഞ കാര്യമാണ്. വേദഗ്രന്ഥം പഠിക്കണം, ആ 100 പിൻപറ്റണം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക, പഠിക്കുക വഴി മാത്രമേ ഒരാൾക്ക് ഹിദായത്തിന്റെ മാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ കൂടി നോക്കിയാല് നമുക്ക് ഇവിടെ ഗുണം അവനാന്ന് പറഞ്ഞല്ലോ, സന്മാർഗ സ്വീകരണം പറഞ്ഞില്ലേ, ആ ഗുണം എന്താണ് എന്ന് കുറെ ആയത്തുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം. ഇനി ഇതിന്റെ അവസാനം ഇതൊക്കെ എത്തിപ്പെടുന്ന അതിന്റെ അവസാനത്തെ ഗുണം അവനാണ് എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്താണ് എന്നതാണ് ഇതേ സൂറത്തിലെ സൂറ ആറാഫിൽ തന്നെ 45, 46 ആയത്. ആറാഫിൽ തന്നെ 45, 46. സോറി 42, 43. 42, 43.
ഈമാനുള്ളവർ, മുഅ്മിനീങ്ങൾ, അമലു സ്വാലിഹാത്തി, ആ ഈമാൻ അനുസരിച്ച് ഈമാൻ നിലനിർത്തിക്കൊണ്ട് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. അങ്ങനെ ഒന്നും ജീവിക്കാൻ വലിയ പണിയൊന്നുമില്ല. ശരിക്കുള്ള വിശ്വാസം നിലനിർത്തി നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇടങ്ങേറുള്ള സംഗതി ഒന്നുമില്ല. ഒരാൾക്ക് കഴിയുന്ന കാര്യമില്ലാതെ അതൊക്കെ കൽപ്പിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ കുറെ കാര്യങ്ങൾ അന്ന് പറഞ്ഞല്ലോ. അതൊന്നും ഒരിക്കലും ആർക്കും ഭാരമല്ല. ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തതൊന്നും അന്ന് കൽപ്പിച്ചിട്ടില്ല. എളുപ്പമാണ്. എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉലായിക അസ്ഹാബുൽ ജന്ന. അപ്പൊ ഈ വല്ലതിനാമനും ആമിലു സ്വാലിഹാത്തി ഉലായിക അസ്ഹാബുൽ ജന്ന. ഈമാനുള്ളവരും ആമിലു സ്വാലിഹാത്തും ചെയ്തവരാണ് സ്വർഗ്ഗക്കാരൻ. അപ്പം അത് ആ സ്വർഗത്തിലെത്തുക എന്ന് പറയുന്നത് പിന്നെ ദുനിയാവിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭയങ്കരമായ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഒരു എല്ലാം ഉപേക്ഷിച്ചൊക്കെ ഇട്ടേച്ച് ഒരു സന്യാസം സ്വീകരിക്കുക, അതൊന്നുമല്ല ഇസ്ലാം പറയുന്നത്. പച്ചയായി നന്നായിട്ട് മനുഷ്യന്റെ അഭിലാഷങ്ങളും ആശകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ജീവിക്കാം. അങ്ങനെ തന്നെ ജീവിക്കാം. ഈ തിന്മകൾ, ഹറാമുകൾ അതൊക്കെ മനുഷ്യൻ വേണ്ടാത്തതാണ്. അതാണ് ഒഴിവാക്കിയത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ജീവിച്ചാൽ അവര് ഉലായിക അസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാരാണ്. നിത്യവാസികളായിരിക്കും അവര്. ഈ ഖാലിദൂൻ എന്നിങ്ങനെ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ അസ്ഹാബുൽ ജന്ന അവരാണ് അള്ളാഹ് പറയാണ്. പിന്നെ ഇവ ഈ മാർഗത്തിൽ അങ്ങനെ ജീവിച്ചു. അങ്ങനെ അവസാനം അവർ സ്വർഗത്തിലെത്തി. അസ്ഹാബുൽ ജന്ന. അവരുടെ മനസ്സുകളിലുള്ള ഉൾപകകളെല്ലാം നാം നീക്കിക്കളയുന്നതാണ്. നമ്മൾ ഒരു സ്വർഗത്തിലേക്കാണ്ട് കൊല്ലുമ്പോൾ പിന്നെ ആ ഒരു പ്രകൃതിയിൽ തന്നെ മാറ്റം ഉണ്ടാവും. ഇപ്പൊ ദുനിയാവില് കുറെ ആളുകൾക്ക് ഉള്ളിൽ റെയിലുണ്ടാവും, മുഅ്മിനീങ്ങൾക്കിടയിൽ തന്നെ റെയിലുണ്ടാകും. അത് പ്രാർത്ഥന മുഅ്മിനീങ്ങളെ കാര്യം തന്നെ പറഞ്ഞത്. ഉൾപക ഉള്ളിൽ ഇങ്ങനെ ഈ പക ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ സഹജമായ ഒരു സംഗതിയാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് പിന്നെ എന്തുണ്ടാവില്ല, സ്വർഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ പ്രകൃതിയെ പഠിച്ചാൽ കൊടുക്കുക. അവിടെ അനാവശ്യ വാക്കുണ്ടാവില്ല, അവിടെ വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല, തിരുമുകൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശരിക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് അവരെ സ്വർഗത്തിലേക്ക് വിടുന്നത്. അവരുടെ അടിഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർ പറയും. ഇതാണ് അവസാനം. ഈ മാർഗം സ്വീകരിച്ച് ഒരാൾ ജീവിച്ചാൽ അതിന്റെ ഗുണം അവരിപ്പോ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടാവില്ലേ? പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ലേ ക്ലാസ് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇത് കേട്ട ആൾക്കാരും പാടെ ആൾക്കാർ പള്ളിയിലുണ്ട്, ഒരു ചെന്നൈയിലുണ്ട് അല്ലെ, ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിപ്പോ പറയാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ലെ. വരുന്നവർ വരിക, വന്നാൽ അതിന്റെ ഗുണം അവനാണ്, വരാത്തതിന്റെ ദോഷം അവൻ തന്നെയാണ്. അപ്പൊ ഈ ഗുണം എന്താണ്? ഗുണങ്ങൾ കുറേ ഗുണങ്ങൾ പറഞ്ഞ അവസാനം ഈ ഗുണം അവൻ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. ഒരു മുമ്പിന്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം ഇതാണ്. എന്തിനാ നമ്മൾ ജീവിക്കണമെന്ന് വെച്ചാൽ മക്കളെ പോറ്റാനും കുടുംബത്തെ പോറ്റാനും ബിസിനസ് എന്താനും വന്നാനൊന്നല്ല. ഒരു മുമ്പിൽ പറഞ്ഞ മറുപടി സ്വർഗം കിട്ടാൻ ജീവിക്കാനാണ് ജീവിത ലക്ഷ്യത. ലക്ഷ്യം സ്വർഗമാണ് അല്ലെ. ആ ലക്ഷ്യം പ്രാപിച്ചു, ലക്ഷ്യം കിട്ടി. ഒരു മുസ്ലിമായ മനുഷ്യന് ലക്ഷ്യം കിട്ടി സ്വർഗത്തിലെത്തിയവൻ അവന് പറയാണ് അൽഹംദുലില്ലാഹ്. ഇത് പഠിച്ചു വെക്കണം. ഇതൊക്കെ പറയാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിലെത്തിയ ശേഷം പറയാനുള്ള സംഗതിയാണ്. ഇവിടുന്ന് പഠിച്ചു വെക്കുക. ഈ അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ദലു ദുആ അൽഹംദുലില്ലാഹ്. പലപ്പോഴും തിരിയാറില്ല നമുക്ക്. അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ദലു ദുആ അൽഹംദുലില്ലാഹ്. സ്വർഗത്തിൽ കടന്നതിന് ശേഷം പ്രാർത്ഥനകൾ മൂന്നെണ്ണം. അത് രണ്ടാമത്തെ നടപ്പത് ആദ്യത്തെ സുമറിന്റെ അവസാനത്തിൽ വരാൻ പോകുന്നുണ്ട്. എന്റെ തുടക്കം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് അഫ്ദലു ദുആ. സ്വർഗത്തിലേക്ക് കടക്കും ആദ്യം പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ. ഏതാണ് ഈ ഹാദാ? അല്ലദീ ഹദാനാ ലിഹാദാ. ഈ സ്വർഗം ഇവിടേക്ക് ഞങ്ങൾക്ക് നീയാണ് വഴി കാണിച്ചത്. പക്ഷേ നിനക്കാണ് സർവസ്തുതി.
നീ നേർവഴിയിലേക്ക് നയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. നീ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടൂല. അപ്പൊ ഈ നഫ്സിക്ക് മനസ്സിലായില്ലേ? അവസാനം ഒടുക്കാണ് ഇതിന്റെ സ്വീകരിച്ചാൽ ഗുണം അവരവർ തന്നെയാണ്. ഇതാണ് ആയത്തുകളിൽ വന്നിട്ട് അവസാനത്തിലേക്ക് എത്തുന്നത്. പഠിച്ചോനെ, നീ ഈ ഹിദായത്തിന്റെ മാർഗം നീ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. എന്തുകൊണ്ടാ കിട്ടിയത്? ഞങ്ങളെ ദൂതന്മാര് ഞങ്ങളിലേക്ക് വന്നത് കുറെ ഹക്കുമായിട്ടാണ് വന്നത്. വരൂതു വിളിച്ചു പറയപ്പെടും. എന്താണ്? മലക്കൾ വിളിച്ചു പറയാണ്, അൻപിൽക്കുമുൻജന്ന, അതാണ് സ്വർഗം. കേട്ടോ, അതാണ് സ്വർഗം. നിങ്ങൾ ചെയ്ത അമലുകൾ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് കിട്ടുന്ന അനന്തരമാണ് ഊരിത്തുമുഖവിമാക്കുന്നു. അപ്പൊ അവിടേക്ക് എത്താനാണ് നമ്മൾ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്താൻ കഴിയും. അപ്പൊ ഈ മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവര് തന്നെയാണ് എന്ന് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിയാണ്, ഈ അവസരം കിട്ടാൻ വേണ്ടിയാണ്, അത് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നതും ഇത് പഠിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി വമാ അൻത അലൈഹിം ബിവക്കീൽ എന്നൊരു ഭാഗമാണ് പറയാനുള്ളത്. അത് ഇൻഷാ അല്ലാഹ് 2-3 ആയത്തുകളായി വിശദീകരിക്കാണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വമാ അൻത അലൈഹിം ബിവക്കീൽ, സമാനമായ ആയത്തുകൾ വേറെയുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഫമൻ ഇഹ്തദാ ഫലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യദുല്ലു അലൈഹ. അത് ഇതിന് നേരെ വിപരീതം. ആ വഴികേട് എവിടേക്കായിരിക്കും? നരകത്തിലേക്കായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റിക്കുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വിട്ടുകൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കച്ചവടത്തിലും ഇടപാടുകളിലും ജോലിയിലുമെല്ലാം അള്ളാഹു എളുപ്പവും നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യവും ആഫിയത്തും സിഹത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗത്തിന്റെ കെടുതികളിൽ നിന്ന്, പരീക്ഷണങ്ങളുടെ കെടുതികളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.